നമ്മളിതിനകത്ത് സംസാരിക്കുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ തെറ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറും. അതെ, ഇനിയിപ്പോൾ നമ്മൾ ശരിയായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ വന്നാലും ചിലപ്പോൾ അത് പ്രിൻ്റ് മീഡിയയിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു പോസ്റ്റൊക്കെ ആയിട്ട് എഴുതി വരുന്ന സമയത്ത് അവർ വയ്ക്കുന്ന ഫോട്ടോ അങ്ങനത്തെ പല കാര്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ അർത്ഥം മാറിപ്പോകും. അങ്ങനത്തെ പോലത്തെ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അതായത് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് വേണ്ടി വെടിയുണ്ട ഏറ്റുവാങ്ങാനും ബേസിൽ തയ്യാറാണ്. അതായത് കണ്ടോ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് തോന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ ചെന്നൈയിലൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഹാവ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഐ ഹാവ് ദ ബെസ്റ്റ് ഫാമിലി. അത് പറഞ്ഞ സമയത്ത് ബേസിലിനെ പറ്റി ചോദിച്ചു. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അപ്പോൾ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളൊരു കുറച്ച് പേരുണ്ട്, 4-5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് തന്നെ വെടി വെച്ചാൽ ചാടി വീഴാൻ വരെ അങ്ങനെ എനിക്ക് ഉറപ്പുണ്ട്. ഇത് തന്നെ അവർക്ക് നേരെ വെടി വെച്ച് ഞാനും ചാടി വീഴും. അങ്ങനെ അവർക്ക് മേലെ എന്നെ ചൂസ് ചെയ്യുന്ന, ഞാൻ ചിലപ്പോൾ എനിക്ക് മേലെ അവരെ ചൂസ് ചെയ്യാവുന്ന അങ്ങനത്തെ സൗഹൃദം എന്ന് പറഞ്ഞത് 3 വയസ്സ് മുതലൊക്കെ തുടങ്ങിയിട്ടുള്ള സൗഹൃദത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയണത്. എനിക്കിപ്പോൾ 37 വയസ്സായി. അപ്പോൾ 34 വർഷമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കാര്യമാണ് പറയണത്. ബേസിലായിട്ടോ അല്ല, ഞാൻ പറയണത് എൻ്റെ കൂട്ടുകാരുടെ കാര്യമാണ്. അപ്പോൾ ആ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബേസിലും ചാടുമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അതായത് ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം ചിലപ്പോൾ ഇങ്ങനെ പോസ്റ്റായിട്ടൊക്കെ വെട്ടിയെടുത്ത് ഇടുന്ന സമയത്ത് അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഫീൽ ചെയ്യും. മനസ്സിലായി. ചോദ്യത്തിന് ഉത്തരം പറയുന്നതും സ്റ്റേറ്റ്മെന്റ് പറയുന്നതും, ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാറില്ല, എന്നോട് ചോദിക്കുന്നതിന് ഉത്തരം പറയാറുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുമ്പോൾ ഇവനെന്തിനാ ഇത് പറയണേ എന്നായിരിക്കും നാട്ടുകാർക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര കറക്റ്റായിട്ട് സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് പോസ്റ്റ് ട്രൂത്ത് ഏറെയാണ്. നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥമോ പറയുന്നതിൻ്റെ ഉദ്ദേശമോ ഒന്നും അല്ല ആൾക്കാർക്ക്. ഇതിനകത്ത് എന്ത് എക്സ്ക്ലൂസീവ് ഉണ്ട് എന്നുള്ളതാണ് പലരും എടുക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഇൻ്റർവ്യൂവിന് അതിൽ നിന്നുള്ളൊരു കഷ്ണം ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ കഷ്ണമായിട്ട് പറഞ്ഞാൽ അതിനെ വെട്ടിയെടുത്ത് വേറെ രീതിയിലാക്കിയിട്ട് ഇടാനായിട്ട് സ്വാതന്ത്ര്യമുണ്ടത്രേ ആർക്ക് വേണമെങ്കിലും. ഞാനിട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും ഇടും. അതെ, ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കട്ടൊക്കെ കാണുമ്പോൾ അതിനുള്ളൊരു പ്രസക്തി ഇല്ലല്ലോ. ന്യൂസ് ചാനൽസിൽ അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടോ? ഇങ്ങനത്തെ ഞാനും ബേസിലും തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് ന്യൂസ് ചാനൽസിന്. അപ്പോൾ ന്യൂസ് ചാനൽസിൻ്റെ ഹാൻഡിലൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ഇതെന്താ ഇങ്ങനെ. അപ്പോൾ താഴത്തെ അതിൻ്റെ വരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എനിക്ക് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ക്രിഞ്ചാവുന്നത്, നമ്മൾ ചെയ്യുന്നതിനെ പറഞ്ഞ് ക്രിഞ്ചാക്കുകയാണ്. ഓക്കെ, നല്ല ഉപ്പിട്ട നാരങ്ങാവെള്ളമാണ്. പരസ്യമൊന്നുമില്ല. സാറിന്റെ ക്ലാസ്സിൽ പരസ്യം ഉണ്ടാവുമല്ലോ. നമ്മളൊരു സ്റ്റാർട്ടപ്പ്, അതുകൊണ്ട് പരസ്യമൊന്നും ആയിട്ടില്ല. പതുക്കെ ഇനി പരസ്യമൊക്കെ പിടിച്ചു വരണം. അതുകൊണ്ട് പരസ്യമില്ലാത്ത ക്ലാസ്സാണ്.